ചാലിയ മാർക്കറ്റിൽ വന്നാണ്, കോഴിക്കോട് ചാലിയ മാർക്കറ്റിൽ കുറച്ച് മീൻ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ ലാഭത്തിൽ കിട്ടും, നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബേപ്പൂരാണ് താമസമെങ്കിലും ബേപ്പൂരിൽ നിന്നാണ് ഞാൻ കൂടുതൽ മീൻ വാങ്ങാറുണ്ടായിരുന്നത്. അപ്പോൾ ചാലിയം വന്നിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ മീൻ ഏതൊക്കെ നല്ല തിരക്കാണ്, ഞായറാഴ്ചയാണെന്ന്. ഇന്ന് എത്രത്തോളം തിരക്കുണ്ടെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. നല്ല മീൻ കിട്ടുകയാണെങ്കിൽ വാങ്ങുകയും ചെയ്യാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് തോന്നുന്നു. ഞായറാഴ്ച കൊണ്ടാണ്. ഞായറാഴ്ച ഈ ഒരു ഭാഗത്ത് ചാലിയം ബീച്ചിലേക്ക് അതുപോലെ തന്നെ ബേപ്പൂർ ബീച്ചിലേക്ക് വരുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ല തിരക്കുള്ളത്. എന്തായാലും അവിടെ നിന്ന് പോകുന്നത്, അവിടെ എന്താ അവസ്ഥ അറിയുന്നത്. വലിയ കാര്യങ്ങൾ മീൻ ഉണ്ടെന്ന് തോന്നുന്നു, അത്യാവശ്യം മീനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാം. എന്നാലും വന്നത് കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ. മീനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബോക്സുകളിലും അതുപോലെ തന്നെ കൊട്ടകളിലൊക്കെ ആയിട്ട്. പല ഐറ്റം മീനുകളുണ്ട്. അയിലയുണ്ട്, അതുപോലെ തന്നെ ചൂരയുണ്ട്, പിന്നെ മത്തി ഉണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലെ മീനുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഐസില്ലാത്ത മീനായിരിക്കും. അവർ ഡെയിലി വള്ളത്തിൽ പോയിട്ട്, ബോട്ടുകളിലല്ല വള്ളത്തിൽ പോയിട്ട് കൊണ്ടുവരുന്ന മീനാണ് ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് മീൻ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പം ഞാനെന്തായാലും ഇവിടെ റേറ്റ് ഒക്കെ ചോദിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പല റേറ്റാണ് പറയുന്നത്. ചൂരയ്ക്ക് പല റേറ്റ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അയില, മത്തി ഒക്കെ പല റേറ്റുകളാണ് പറയുന്നത്. ഇവിടെ ഒരു കവർ നിറയെ അയിലയും മത്തിയും ഉണ്ട് കേട്ടോ. അതിന് 100 രൂപയാണ് ഒരു കവർ നിറയെ പറയുന്നത്. അതായത് ഏകദേശം ഒരു 1.5-2 കിലോയോളം വെയിറ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തോന്നുന്നത്. അപ്പൊ അയിലയും മത്തിയും കൂടെ എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് എന്തായാലും ചൂര വേണം. എനിക്കും പിന്നെ ഫാമിലിക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ട മീൻ എന്ന് പറയുന്നത് ചൂരയാണ്. അപ്പൊ ചൂര ഇവിടെ ചെറിയ ചൂരയാണ് അപ്പുറത്തുള്ളത്. ഇവിടെ കുറച്ചുകൂടി വലിയ ചൂര ഇവിടെ ഒരു പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കിയിട്ട് അവിടെ എന്താ റേറ്റ് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു റേറ്റ് ഇവിടെയും കുറവാകാനും തന്നെയാണ് ചാൻസ്. ഇപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ റേറ്റ് വളരെ കുറവാണ്. എന്തായാലും ഇവിടെയും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം ചൂരക്ക് എങ്ങനെയാണ് റേറ്റ് എന്നുള്ളത്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കൂടെ വാങ്ങിച്ചിട്ട് അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നല്ല വലിയ ചൂരുണ്ട്. അതിന് 100 രൂപയാണ് കിലോക്ക് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും വലിയ ചൂരൻ്റെ ആവശ്യമില്ല, കാരണം ഞങ്ങൾ 3 മെമ്പേഴ്സ് ആകെ ഉള്ളൂ. അപ്പോൾ ഒരു മീഡിയം സൈസ് ചൂര മതി. അപ്പോൾ അത് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ പുള്ളിയെ വിളിച്ചിട്ടുണ്ട്, പുള്ളി ഇതാ വരുന്നുണ്ട്. പുള്ളിയുടെ ചോദിച്ചു നോക്കട്ടെ എത്ര റേറ്റ് എന്നുള്ളത്. അങ്ങനെ പുള്ളി പറഞ്ഞതും 100 രൂപ തന്നെ കേട്ടോ. ഒരു കിലോക്ക് 100 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുഴപ്പമില്ലാത്തൊരു സൈസുള്ള ഒരു ഒരെണ്ണം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 രൂപയാണ് ഇവിടെയും ചൂരയ്ക്ക് വില വന്നിട്ടില്ല. പുറത്തൊക്കെ എനിക്ക് തോന്നുന്നു 160-ഉം 140 റേറ്റ് എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ 100 രൂപയുടെ ചൂര ഒരെണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് മത്തി അയിലയും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് മാറിയതാണ്. സംഭവം കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, റേറ്റും നല്ല കുറവാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രഷ് മീനായിരിക്കും കിട്ടുന്നത്. സാധാരണ നമ്മൾ ബോട്ടുകളിലൊക്കെ പോയിട്ട് വരുന്ന മീനാകുമ്പോൾ 10, 15, 20 ദിവസം പഴക്കമുള്ള മീനുകളായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് ലൈവായിട്ട് തന്നെ, അതായത് അപ്പോൾ അവർ പിടിച്ചു കൊണ്ടുവരുന്ന മീനിനെ നമുക്ക് ലൈവായിട്ട് തന്നെ ഇവിടെ പോയിട്ട് വാങ്ങിക്കാൻ പറ്റും. 100 രൂപയുടെ കവർ ഞാൻ മേടിച്ചില്ല, അതിൻ്റെ പകുതിയാക്കി 50 രൂപക്കായിട്ടാണ് മേടിച്ചത്. ഓക്കെ, അപ്പോൾ കോയിനുള്ളതായിട്ട് 2 ഐറ്റം മീൻ കിട്ടിയിട്ടുണ്ട്. 2 അല്ല 3 ഐറ്റം ഉണ്ട്. ഒന്ന് ഇതാ നമ്മുടെ ചൂര ഉണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂരയാണ്. ഇതാ വലിയ ചൂരയാണ്. ഇതിന് 100 രൂപ ഉണ്ടായത്. ഇത് അത്രയും വലിയ ചൂര കേട്ടോ. 100 രൂപയാണ് ഇതിനായത്. ലാഭമാണ് സംഭവം. ഞാൻ വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം ലാഭമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നോക്കിയാൽ ഇത് മത്തിയും അയിലയും കൂടെ മിക്സ് ആയിട്ടോ. ഇത്രയും ഐറ്റത്തിന് വന്നിരിക്കുന്നത് 50 രൂപ കേട്ടോ. 50 രൂപത്തിനും 100 രൂപയും 150 രൂപ കിട്ടിയ മീനാണിത്. എന്തായാലും ലാഭമാണ്. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ വന്ന് മീൻ മേടിക്കുക, അതായിരിക്കും ലാഭം അല്ലേ? എന്താ പറയുന്നത് എനിക്ക്? ഓക്കെ.